മോനെ കുറച്ച് ചോറാ. മോനെടുത്ത് കഴിക്ക. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ നാളെ കുറച്ച് കാശെത്തിക്കാം. അത് കഴിഞ്ഞ് പോയാൽ മതി. 2 ദിവസം കഴിഞ്ഞ് ഞാനും അങ്ങെത്താം. അപ്പോൾ ഞാൻ ഇറങ്ങുക. മോനെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മച്ചി ആശുപത്രിയില. എന്താ പറ്റി? എനിക്കറിഞ്ഞൂടാ. എന്തോ ഓപ്പറേഷൻ വേണമെന്നാ പറയണ. ഒരുപാട് കാശും വേണം. ഞാൻ വരാം, നീ പൊക്കോ. അവനെ നീ എന്റെ മോനാണെന്നും എനിക്ക് വേറെ ഭാര്യയുണ്ടെന്നും ആ താടക അറിഞ്ഞാ അന്ന് എന്റെ ശവം വീഴും ഇവിടെ. അപ്പച്ചൻ വരാൻ ഞാൻ പോവില്ല. എന്നാ മോനൊരു കാര്യം ചെയ്യും. ടൗണിലെ അമ്പലത്തിനടുത്ത് ഒരു കൃഷ്ണ ലോഡ്ജുണ്ട്. അവിടെ ഒരു മുറിയെടുത്തോ. അപ്പച്ചൻ്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലേ. ശരി. എടോ, തന്നെ വൃത്തികെട്ട കാല് ഞാൻ വെട്ടിയെടുക്കാൻ പോവാ. പിന്നെ തന്നെ എഴഞ്ഞു പോകേണ്ടി വരും ആ വേഷിനടുത്തേക്ക്. നിനക്ക് ഞാൻ വെറും ഒരു അടിമയാ. എനിക്കും ഉണ്ടടി വികാരവും വിചാരവും ഒക്കെ. നിനക്കതുണ്ടോ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? എടോ, കെട്ടിയോന് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നത് ഒരു ഭാര്യയെ സഹിക്കില്ല. താൻ അവളുടെ കൂടെ ഒറ്റക്കാലനായി തെണ്ടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. വെട്ടടി വെട്ട്. നീ കാലല്ല കൈയും കൂടി വെട്ടിയെടുത്താലും ഞാൻ തെണ്ടാൻ പോകുന്നില്ല. എൻ്റെ മോൻ അതിന് സമ്മതിക്കത്തില്ല. കൂലിപ്പണിയെടുത്താണെങ്കിൽ അവൻ എന്നെ പോറ്റിക്കൊള്ളും. പക്ഷേ ആ അവസ്ഥ നിനക്കാണെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. പുഴുത്ത് പുഴുവരിച്ച് നീ റോഡിൽ കിടക്കും. തെരുവ് നായ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. കല്യാണം കഴിഞ്ഞ് 10-40 വർഷം ഞാൻ നിന്റെ മുമ്പിൽ ഇറച്ചിക്കടയിലെ പട്ടിയെ പോലെ കാത്തു കിടന്നില്ലേടി. ഞാൻ ഒരാളടി. ഭർത്താവ് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേടാടി. പോടി പോ. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകണം? ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയുടെ ഓപ്പറേഷനോ 16 അടിയന്തരോ എന്ത് വേണം നടത്തും. പക്ഷെ നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ പിച്ചക്കാശ് വാങ്ങാൻ വേണ്ടി വന്നതല്ല. എനിക്ക് എന്റെ അപ്പച്ചനെ മതി. നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുപോകും എന്റെ അപ്പച്ചനെ. എടാ കൊച്ചനെ, കാശുള്ള ആണുങ്ങളെ വലവീശി പിടിച്ചിട്ടെ ഗർഭം ഉണ്ടായപ്പോ രക്ഷപ്പെടാൻ പറഞ്ഞുണ്ടാക്കിയതാ നിന്റെ അമ്മ ഈ കള്ളക്കഥ. എന്റെ അപ്പച്ചനുമായി ഒരു താലിച്ചേരേണ്ട ബന്ധമല്ല നിങ്ങൾക്കുള്ളൂ. പക്ഷെ എനിക്കുള്ളത് രക്തബന്ധം. ഒരു കോടതി അത് നിഷേധിക്കില്ല. അപ്പൊ നീ രണ്ടും കൽപ്പിച്ച ചിന്നമ്മയുടെ നെഞ്ചത്ത് കയറി നിരങ്ങാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. ആയുസത്തില്ല നിനക്ക്, ഓർത്തോ. പച്ച വെള്ളം പോലെ കൊടുക്കരുത്. തന്തേ തിരക്കി വന്നിരിക്കും.